എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഡയോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള റെക്ടിഫയറുകൾ ആണ് നോക്കുന്നത്. ഡയോഡ് ആസ് എ റെക്ടിഫയർ അതിനെക്കുറിച്ചുള്ള സ്റ്റഡിയാണ് സിലബസിൽ നമുക്ക് പറഞ്ഞിട്ടുള്ളത്. ഡയോഡ് ഒരു റെക്ടിഫയർ ആണെന്ന് പറയാൻ കാര്യം ശരിക്കും ഡയോഡ് ഒരു ടു ടെർമിനൽ ഡിവൈസാണ്. ഇങ്ങനെയുള്ളൊരു ടു ടെർമിനൽ ഡിവൈസ്. അപ്പോൾ ടു ടെർമിനൽ, ഒന്ന് ആനോഡ് പിന്നൊന്ന് കാഥോഡ്. ഡയോഡിന്റെ സിമ്പിൾ ഇങ്ങനെ തന്നെയാണ്. ഡയോഡിന്റെ സിമ്പിൾ എന്ന് പറയുമ്പോൾ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഒരു ആരോ ഹെഡ് നിൽക്കുന്നത് പോലെയുള്ള ഒരു സിമ്പിളാണ്. ആ ആരോ ഹെഡ് സൂചിപ്പിക്കുന്നത്, ആ സിംബോളിക് നൊട്ടേഷനിലെ ആരോ ഹെഡ് സൂചിപ്പിക്കുന്നത് അതിൻ്റെ കൺവെൻഷണൽ ഡയറക്ഷൻ ഓഫ് കറണ്ട് ഫ്ലോ ആണ്. ഡയോഡ് ആനോഡിൽ നിന്നും കാഥോഡിലേക്ക് കണ്ടക്ട് ചെയ്യുന്നു എന്നുള്ളൊരു സൂചന തരുന്ന, ഒരു ഇൻഡിക്കേഷൻ തരുന്ന ഒരു സിംബോളിക് പ്രസന്റേഷനാണ് അതിനുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് മറ്റൊന്നുമല്ല, ഒരു ഓൾട്ടർനേറ്റിംഗ് സപ്ലൈ. ഒരു ഓൾട്ടർനേറ്റിംഗ് സപ്ലൈ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഉള്ളൊരു സൈക്കിൾ, പോസിറ്റീവ് ഗോയിങ് ഹാഫ് സൈക്കിൾ, അടുത്ത നെഗറ്റീവ് ഗോയിങ് ഹാഫ് സൈക്കിൾ, വീണ്ടും പോസിറ്റീവ് ഗോയിങ് ഹാഫ് സൈക്കിൾ എന്നിങ്ങനെയുള്ള ക്രമത്തിൽ നമ്മൾ 50 Hz AC സപ്ലൈ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു സെക്കൻഡിൽ 50 സൈക്കിൾ കടന്നു പോകും. ഈ 50 സൈക്കിളിൽ 50 പോസിറ്റീവ് ഗോയിങ് ഹാഫ് സൈക്കിളും അതുപോലെ 50 നെഗറ്റീവ് ഗോയിങ് ഹാഫ് സൈക്കിളും ഉണ്ട്. ഇപ്പോൾ ഒരു ഡയോഡിനെ സംബന്ധിച്ചിടത്തോളം ഡയോഡിന്റെ ആനോഡിൽ ഈ പോസിറ്റീവ് ഗോയിങ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ അത് കണ്ടക്ട് ചെയ്യും. ആ സമയത്ത് പോസിറ്റീവ് ഗോയിങ് ഹാഫ് സൈക്കിൾ ആനോഡിൽ അനുഭവവേദ്യമാക്കുന്നത് ഡയോഡിനെ ഫോർവേഡ് ബയാസിംഗ് മോഡിലേക്കാണ്. അപ്പോൾ ഒരു ഡയോഡ് ഫോർവേഡ് ബയാസിംഗ് ആ മോഡിലാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു കണ്ടക്ടറായിട്ട് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. ആ പോസിറ്റീവ് ഗോയിങ് സൈക്കിളിനെ ആനോഡിൽ എത്തുമ്പോൾ അത് കാഥോഡിലേക്ക് കണ്ടക്ട് ചെയ്യും. കാഥോഡിൽ ആ പോസിറ്റീവ് ഗോയിങ് സൈക്കിൾ ഇങ്ങനെ വരും. ഇനി ജസ്റ്റ് അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ, ആനോഡിൽ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ, നെഗറ്റീവ് ഗോയിങ് ഹാഫ് സൈക്കിൾ എത്തുമ്പോൾ ഈ ഡയോഡ് റിവേഴ്സ് ബയാസിംഗിലായി. റിവേഴ്സ് ബയാസിംഗിലായി ആകുമ്പോൾ ഡയോഡ് കണ്ടക്ട് ചെയ്യത്തില്ല, ഡയോഡ് ഓഫ് കണ്ടീഷനിലിരിക്കും. അപ്പോൾ അത് കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ ഇവിടെ ഈ ഹാഫ് സൈക്കിൾ വരില്ല. ആ ഹാഫ് സൈക്കിൾ വീണ്ടും അടുത്ത പോസിറ്റീവ് ഗോയിങ് ഹാഫ് സൈക്കിൾ വരും, ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള പോസിറ്റീവ് ഗോയിങ് സൈക്കിളുകൾ മാത്രം ഈ ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഇനി ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ കണ്ടക്ട് ചെയ്യാൻ മറ്റൊരു ഡയോഡ് കൂടെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു റെക്ടിഫയർ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഡയോഡ് നമ്മൾ വീണ്ടും മറ്റൊരു ഡയോഡ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിനായി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് റെക്ടിഫയർ സർക്യൂട്ടിലെങ്കിൽ ആ നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ രണ്ടാമത്തെ ഡയോഡ് ഹാൻഡിൽ ചെയ്യുകയും ആ സമയത്ത് ആ രണ്ടാമത്തെ ഡയോഡ് ഫോർവേഡ് ബയാസിംഗ് മോഡിലാവുകയും അത് നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ കണ്ടക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് രണ്ട് ഡയോഡുകൾ D1 D2 എന്നീ ഡയോഡുകൾ ഒരു റെക്ടിഫയർ സർക്യൂട്ടിൽ, ഒരു ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ടിൽ നമ്മൾ ഉപയോഗിച്ചാൽ ഒരു ഡയോഡ് പോസിറ്റീവ് ഗോയിങ് ഹാഫ് സൈക്കിളുകളെ മാത്രം ഡീൽ ചെയ്യുകയും രണ്ടാമത്തെ ഡയോഡ് നെഗറ്റീവ് ഗോയിങ് ഹാഫ് സൈക്കിളുകളെ മാത്രം ഡീൽ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് D1 കണ്ടക്ട് ചെയ്യും, അടുത്ത് D2 കണ്ടക്ട് ചെയ്യും. D1 കണ്ടക്ട് ചെയ്യുന്ന പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ D2 കണ്ടക്ട് ചെയ്യും. അങ്ങനെ നമുക്ക് ഔട്ട്പുട്ടിൽ മൊത്തം എല്ലാ സൈക്കിളുകളും വരും. പോസിറ്റീവും നെഗറ്റീവ് ആയിട്ടുള്ള സൈക്കിളുകളുടെ ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ ഔട്ട്പുട്ടിൽ നമുക്ക് ഇങ്ങനെ ഒരു പൾസേറ്റിംഗ് DC സപ്ലൈ വരുന്നത്. പൾസേറ്റിംഗ് DC ഒരു ശരിക്കും പ്യുവർ DC അല്ല. പ്യുവർ DC ആക്കാൻ വേണ്ടിയിട്ട് ഈ പൾസേഷൻ എന്ന് പറയുന്ന എഫക്റ്റിനെ കുറച്ച് ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫിൽറ്ററുകൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു കോൺസ്റ്റന്റ് DC സപ്ലൈ ഈ റെക്ടിഫയർ സർക്യൂട്ടിൽ നിന്ന് അവൈൽ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് റെക്ടിഫയർ സർക്യൂട്ടുകൾ, ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ 2 ഡയോഡ് ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ടും ഉണ്ട്, അതുപോലെ 4 ഡയോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടും ഉണ്ട്. അപ്പോൾ 2 ഡയോഡ് ഉപയോഗിച്ചാലും നമുക്ക് ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട് ആക്കാം. അതായത് ഒരു AC സൈക്കിളിലെ 2 ഹാഫ് സൈക്കിളുകളെയും പോസിറ്റീവിനെയും നെഗറ്റീവിനെയും ഹാൻഡിൽ ചെയ്യത്തക്കവണ്ണം 2 ഡയോഡുകൾ ഉപയോഗിച്ച് ഔട്ട്പുട്ടിൽ full wave കിട്ടത്തക്കവണ്ണമുള്ള full wave rectifier circuit. ഔട്ട്പുട്ടിൽ 2
ആ വേവിനെയും ഡി സി ആക്കി കൊണ്ടുവരാൻ പാകത്തിനുള്ള ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ടുകൾ 2 ഡയോഡിനെ കൊണ്ടും പറ്റിയിരിക്കും. ഇതാണ് ആ ഡയഗ്രാം. സർക്യൂട്ട് ഡയഗ്രാം ഇതാണ്. 4 ഡയോഡുകൾ ഉപയോഗിച്ചും കുറെ കൂടെ എഫക്റ്റീവായിട്ട് ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ആ 4 ഡയോഡുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള റെക്ടിഫയർ സർക്യൂട്ടിൻ്റെ പേര് ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടാണ്. ആ ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട് ഇതിന് കഴിഞ്ഞിട്ട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ 2 ഡയോഡ് ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ടിൽ നിന്നും കുറെ കൂടെ ചില അഡ്വാൻറ്റേജുകൾ കൂടെ തരുന്ന കുറെ കൂടെ യൂട്ടിലിറ്റിയുള്ള കുറച്ചുകൂടെ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന യൂസറിന് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട് നോക്കാം. ഇപ്പോൾ നമുക്ക് 2 ഡയോഡ് ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട്. ഇപ്പോൾ ഇവിടെ ഒരു ട്രാൻസ്ഫോർമർ, അതിൻ്റെ പ്രൈമറി, എന്നിട്ട് അതിന് ഒരു സെൻട്രൽ ടാപ്ഡ് സെക്കൻഡറി ആണ്. ഈ ട്രാൻസ്ഫോർമറിന്റെ സെക്കൻഡറി എന്ന് പറയുന്നത് സെൻട്രൽ ടാപ്ഡ് സെക്കൻഡറി. അതിന്റെ സെൻട്രൽ ടാപ്പിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഈ 0 വോൾട്ട് പോയിന്റ് ഇവിടെ എർത്ത് ചെയ്തിട്ടുള്ളതാണ്. അതിന് ജി എന്നാണ് പറയുന്നത്, ഗ്രൗണ്ട് പോയിന്റ്, 0 വോൾട്ടേജ്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു വോൾട്ടേജ് ഉണ്ട്. അത് ശരിക്കും വി മാക്സ്. ഇവിടെയും ഒരു വോൾട്ടേജ് ഉണ്ട്, അതും വി മാക്സ് എന്നാണ് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുന്നത് വി മാക്സ് സൈൻ ഒമേഗ ടി എന്ന സിനുസോയിഡൽ വോൾട്ടേജ് ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. പ്രൈമറിയിൽ ആദ്യം അത് വരും, എന്നിട്ട് ആദ്യത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരും, അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ നെഗറ്റീവ് ഹാഫ് സൈക്കിളും അപ്ലൈ ചെയ്യും. അപ്പോൾ സർക്യൂട്ട് വരുന്നത് ഇത് ഡയോഡ് D1, ഇത് ഡയോഡ് D2. രണ്ടും ഈ ഡയറക്ഷനിൽ വെച്ച് രണ്ടും ഷോർട്ട് ചെയ്ത് പോയിന്റ് എയിൽ നിന്നും ബിഇയില് ഒരു ലോഡ് റെസിസ്റ്റൻസ് RL കിട്ടിയിട്ടുണ്ട്. ലോഡ് റെസിസ്റ്റൻസ് RLിലേക്കാണ് നമുക്ക് റെക്ടിഫൈഡ് വോൾട്ടേജ് കിട്ടേണ്ടത്. ഈ RLന് അക്രോസ് ആയിട്ട് ഒരു കപ്പാസിറ്റർ ഇട്ടിട്ടുണ്ട്. ഈ കപ്പാസിറ്റർ ശരിക്കും ഒരു ഫിൽട്ടറായിട്ട് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു സൂട്ടബിൾ വാല്യൂ കപ്പാസിറ്റർ ഇവിടെ സെലക്ട് ചെയ്ത് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന വോൾട്ടേജ്, ഈ ബിഇയിൽ എത്തുന്ന വോൾട്ടേജ്, ആ വോൾട്ടേജ് ശരിക്കും സ്മൂത്ത് ചെയ്ത് കിട്ടും, ഫിൽട്ടർ ചെയ്ത് കിട്ടും. അതായത് ഈ റിപ്പിൾസ് ഒന്നും ഇല്ലാത്ത വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഫിൽട്ടർ ഇട്ടിട്ടുള്ള ഒരു കപ്പാസിറ്റർ ഫിൽട്ടർ ഇട്ടിട്ടുള്ള ഒരു റെക്ടിഫയർ സർക്യൂട്ടാണ്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും ചോദിക്കുന്നത്, കൺസ്ട്രക്ട് എ 2 ഡയോഡ് ഫുൾ വേവ് റെക്ടിഫയർ വിത്ത് ഫിൽട്ടർ സർക്യൂട്ട് ആൻഡ് എക്സ്പ്ലെയിൻ ഇറ്റ്സ് വർക്കിംഗ് എന്നായിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഡയോഡ് രണ്ടും ഇങ്ങനെ ഫിറ്റ് ചെയ്തു, എന്നിട്ട് ഈ പോയിന്റ് എയിൽ നിന്ന് ബിയിലേക്ക് ലോഡ് റെസിസ്റ്റൻസ് RL, അത് ബിയിലാണ് കിടക്കുന്നത്. അവിടെ നേരെ കണക്ഷൻ ഇവിടെ 0യിലേക്ക് വന്നു ചെയ്യും. സർക്യൂട്ട് ഇതാണ്. ഇത് അപ്ലൈ ചെയ്ത ഇൻപുട്ട് വോൾട്ടേജിന്റെ വേവ്. അപ്പോൾ ആദ്യം വി മാക്സ് സൈൻ ഒമേഗ ടി എന്ന സിനുസോയിഡൽ വോൾട്ടേജ് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരും. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പ്രൈമറിയിൽ എത്തുമ്പോൾ സെക്കൻഡറിയുടെ മേളത്തെ പോയിന്റ് എം എന്ന പോയിന്റ് പോസിറ്റീവും N എന്ന പോയിന്റ് നെഗറ്റീവും. When the positive half cycle appears across the primary of the central tap transformer, the secondary point M is acting as positive and N is acting as negative. Which means that when M is positive, the positive half cycle conducts by D1. D1 അതിനെ കണ്ടക്ട് ചെയ്യും. ബിക്കോസ് D1 അന്നേരം ഫോർവേഡ് ബയസിംഗ് മോഡിലാവും, എന്നാൽ D2 റിവേഴ്സ് ബയസിംഗ് മോഡിലാണ് ആയിപ്പോകുന്നത്. കാരണം ആ സമയത്ത് N നെഗറ്റീവാണ്, അതുകൊണ്ട് D2 റിവേഴ്സ് ബയസിംഗ് മോഡിലാണ്. അപ്പോൾ D1 പോസിറ്റീവ് ബയാസിംഗ് മോഡ്, അതായത് ഫോർവേഡ് ബയാസിംഗ് മോഡിലായി പോകുന്നുണ്ട്. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ കണ്ടക്ട് ചെയ്തിട്ട് കറണ്ട് കണ്ടക്ഷൻ എന്ന് പറയുന്നത് M D1 A B E അടുത്ത് 0യിലേക്ക് വരും G. അപ്പോൾ കറണ്ട് കണ്ടക്ഷൻ എന്ന് പറഞ്ഞാൽ when positive half cycle appears, point M positive and N negative, then current flows through M D1 A B E G. ഇങ്ങനെയായിരിക്കും കറണ്ട് കണ്ടക്ഷൻ.
അപ്പോൾ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ വരും. D1 എന്ന് പറയുന്ന പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ കൊണ്ടുവരും. D1 ആദ്യത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ കൊണ്ടുവന്നു. അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നില്ല, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആബ്സെന്റ്. വീണ്ടും പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ പഴയതുപോലെ M പോസിറ്റീവ്, കറണ്ട് കണ്ടക്ഷൻ M, D1, A, B, E, G ഇങ്ങനെ വരും. അപ്പോൾ അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിളും വന്നു. അങ്ങനെ എത്ര പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ടോ ആ പോസിറ്റീവ് ഹാഫ് സൈക്കിളുകളെ എല്ലാം D1 കണ്ടക്ട് ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഔട്ട്പുട്ട് ഓഫ് D1 എന്ന് പറയുന്നത് ഒന്നിത് ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, അടുത്ത് ഇത്. ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നില്ല, ആബ്സെന്റ് ആയിപ്പോയി. ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആബ്സെന്റ് ആയി. ഇനി അടുത്തത് ഇൻപുട്ട് AC സൈക്കിളിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ N പോസിറ്റീവ്, M നെഗറ്റീവ്. അപ്പോൾ N പോസിറ്റീവ്, M നെഗറ്റീവ് എന്ന കണ്ടീഷൻ ഒക്കെ ചെയ്യുന്നത് ഈ ഇൻപുട്ട് സൈക്കിളിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ. അപ്പോൾ ആ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ N പോസിറ്റീവ് ആയിട്ട് D2 ഫോർവേഡ് ബയസിംഗ് മോഡിലാവും. അപ്പോൾ N പോസിറ്റീവ് ആകുമ്പോൾ M നെഗറ്റീവ് ആണ്, അന്നേരം D1 റിവേഴ്സ് ബയസിംഗ് മോഡിലാവും. അപ്പോൾ D1 കണ്ടക്ട് ചെയ്തില്ല. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിൽ ആ കറണ്ടിനെ D2 കണ്ടക്ട് ചെയ്യും. അപ്പോൾ കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് കറണ്ട് ഫ്ലോ N D2 A B E G ഇങ്ങനെയായിരിക്കും കണ്ടക്ട്. അപ്പോൾ നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ ഈ കറണ്ട് റൂട്ട് പ്രകാരം കണ്ടക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവരും. ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു, അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നു. അങ്ങനെ എല്ലാ നെഗറ്റീവ് ഹാഫ് സൈക്കിളും D2 കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഔട്ട്പുട്ട് ഓഫ് D2, ഇത് ഔട്ട്പുട്ട് ഓഫ് D1. അപ്പോൾ നമുക്ക് ഇൻ എഫക്ട് ഔട്ട്പുട്ടിൽ നമുക്ക് എഫക്റ്റീവായിട്ട് കിട്ടുന്നത് ഇത് D1ന്റെ, ഇത് D2ന്റെ, ഇത് D1ന്റെ, ഇത് D2ന്റെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. D1 കണ്ടക്ട് ചെയ്യുന്നു, പിന്നെ D2 കണ്ടക്ട് ചെയ്ത്, പിന്നെ വീണ്ടും D1 കണ്ടക്ട് ചെയ്തു, പിന്നെ D2 കണ്ടക്ട് ചെയ്തു. അപ്പോൾ D1ഉം D2ഉം ആൾട്ടർനേറ്റ് ആയിട്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിളുകളെയും നെഗറ്റീവ് ഹാഫ് സൈക്കിളുകളെയും കണ്ടക്ട് ചെയ്ത് ഒരു കമ്പൈൻഡ് ഔട്ട്പുട്ട്, എല്ലാ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും എല്ലാം പോസിറ്റീവ് ഫോമിലുള്ള റിപ്പിളുകളുള്ള DC ആയി റെക്ടിഫൈ ചെയ്ത് ഔട്ട്പുട്ടിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇത് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കപ്പാസിറ്റർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഈ കപ്പാസിറ്ററിന്റെ വാല്യൂ ഒരു മോസ്റ്റ് സൂട്ടബിൾ വാല്യൂ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ RL-ൽ അപ്പിയർ ചെയ്യുന്ന വോൾട്ടേജ് ഒരു പ്യുവർ DC വോൾട്ടേജ് ആയി കിട്ടും. RL-ൽ ഒരു ഓൾമോസ്റ്റ് പ്യുവർ DC വോൾട്ടേജ്, പുൾസ് ഫ്രീ ആയിട്ടുള്ള ഒരു DC വോൾട്ടേജ് കിട്ടാൻ പാകത്തിന് ഉള്ള ഒരു ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ടാണ് ഡിസൈൻ ചെയ്യുന്നത്. 2 ഡയോഡ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട്. അപ്പോൾ ഇത് വരയ്ക്കാൻ ചോദിക്കുമ്പോൾ സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ മാത്രമേ സെക്കൻഡറിയിൽ സെൻട്രൽ ടാപ്പ് പോയിന്റ് വെച്ചുകൊണ്ട് നമുക്ക് ഇവിടുത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിളും നെഗറ്റീവ് ഹാഫ് സൈക്കിളും ഈ ഓരോ ഡയോഡുകൾക്കും അനുസൃതമായിട്ട് ആ ഡയോഡുകളുടെ ആനോഡിൽ എപ്പോഴും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ, സെക്കൻഡറിയിൽ സെൻട്രൽ ടാപ്പ് ഉള്ളതുകൊണ്ട് ആ ട്രാൻസ്ഫോമർ ഈ ഡയോഡുകൾക്ക് ആനോഡിൽ എപ്പോഴും പോസിറ്റീവ് വോൾട്ടേജ് കൊടുത്തുകൊണ്ടിരിക്കും. ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കും, നെഗറ്റീവ് സൈക്കിളിനും ഇവിടെ പോസിറ്റീവ് വോൾട്ടേജ് കൊടുക്കും. അപ്പോൾ അങ്ങനെ 180 ഡിഗ്രി വീതം ഫേസ് ഷിഫ്റ്റ് ഉള്ള പോസിറ്റീവ് വോൾട്ടേജുകൾ 2 ഡയോഡുകൾക്കും ഓൾട്ടർനേറ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കാൻ പാകത്തിനാണ് നമുക്ക് ഈ സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ സെക്കൻഡറിയിലുള്ളത് വേണ്ടി വരുന്നത്. അപ്പോൾ അത് മസ്റ്റാണ്. സെക്കൻഡറിയിൽ സെൻട്രൽ ടാപ്പിംഗ് ഉള്ള ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ഈ 2 ഡയോഡുകളും D1 D2 ഈ രീതിയിൽ കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇത് വർക്ക് ചെയ്യാൻ പറ്റൂ. അപ്പോൾ for 2 diode full wave rectifiers it is essential to use a center tap transformer which has a secondary having center tap. അതുണ്ടെങ്കിൽ മാത്രമേ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് 2 diode full wave rectifier സർക്യൂട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട്, ഇതൊരു ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ടാണ്. ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട്. ഇവിടെ 4 ഡയോഡുകൾ യൂസ് ചെയ്യുന്നുണ്ട്. 4 ഡയോഡുകൾ യൂസ് ചെയ്യുന്ന ഈ ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ടിനെ നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട് എന്നാണ് വിളിക്കുന്നത്. ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ റെക്ടിഫയർ
സർക്യൂട്ടുകളായി ഉപയോഗിക്കുന്നത്. കാരണം ഈ ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടിൽ അധികം നമ്മൾ 2 ഡയോഡുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് നമുക്ക് ഒത്തിരി അഡ്വാൻറ്റേജസ് ആണ് കിട്ടുന്നത്. അതായത് ഒരു 2 ഡയോഡ് റെക്ടിഫയർ സർക്യൂട്ടിൽ നിന്നും 4 ഡയോഡ് ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടിന് വളരെ കൂടുതൽ അഡ്വാൻറ്റേജുകൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടിനെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നാൽ, ഒന്ന്, ഇത് ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻ സൂട്ടബിൾ. റെക്ടിഫയർ സർക്യൂട്ട് ഇപ്പോൾ ഒരു 6 വോൾട്ട് അല്ലെങ്കിൽ 4 വോൾട്ട്, 9 വോൾട്ട്, 12 വോൾട്ട്, 24 വോൾട്ട്, 48 വോൾട്ട്, ഇങ്ങനെ പല റേഞ്ചിലുള്ള DC വോൾട്ടേജ് നമുക്ക് ആവശ്യമായി വരും. അപ്പോൾ അങ്ങനെയുള്ള DC വോൾട്ടേജുകളെ AC വോൾട്ടേജിൽ നിന്നും റെക്ടിഫൈ ചെയ്ത് DCയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ 2 വോൾട്ട്, 4 വോൾട്ട്, 6 വോൾട്ട് എന്നൊക്കെ പറയുന്നതിനെ കമ്പയർ ചെയ്യുമ്പോൾ 24 വോൾട്ട്, 32 വോൾട്ട്, 50 വോൾട്ട് എന്നൊക്കെ പറയുന്നത് ഹൈ വോൾട്ടേജാണ്. അപ്പോൾ ഈ ചെറിയ സർക്യൂട്ടറികളിലേക്ക് 2 വോൾട്ട്, 3 വോൾട്ട്, 5 വോൾട്ട്, 8 വോൾട്ട്, 12 വോൾട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വോൾട്ടേജുകൾ ആവശ്യമായി വരും. DC വോൾട്ടേജ് അങ്ങനെ റെക്ടിഫയർ സർക്യൂട്ടുകൾ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. അതുപോലെ തന്നെ 30 വോൾട്ട്, 45 വോൾട്ട്, 60 വോൾട്ട്, 100 വോൾട്ട് എന്നിങ്ങനെ റേഞ്ചിൽ വരുന്ന DC വോൾട്ടേജുകളും നമുക്ക് വേണ്ടി വരുന്നുണ്ട്. അങ്ങനെയുള്ള DC വോൾട്ടേജുകളും പലപ്പോഴും AC സപ്ലൈയിൽ നിന്ന് തന്നെ ഡിറൈവ് ചെയ്തെടുക്കേണ്ടി വരുന്നു. അവിടെയൊക്കെ ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടുകളാണ് എമ്പാടും ഉപയോഗിക്കുന്നത്. ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടിന് ചില അഡ്വാൻറ്റേജുകളുണ്ട്. അതിൽ ഒരു അഡ്വാൻറ്റേജാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ് ഈസ് മോസ്റ്റ് സൂട്ടബിൾ ഫോർ ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടുകൾ പ്രിഫർ ചെയ്യാറുണ്ട്. ഇനി രണ്ട് PIV റേറ്റിംഗ് ഓഫ് ഡയോഡ് ഈസ് ലോ. അതായത് ഈ 4 ഡയോഡുകൾ നമ്മൾ ഉപയോഗിക്കുന്നു എങ്കിലും ഈ 4 ഡയോഡുകളുടെയും PIV റേറ്റിംഗ് കുറച്ച് മതി. PIV റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ്, അതാണ് PIV എന്ന് പറയുന്നത്. അതിൻ്റെ റേറ്റിംഗ് കുറച്ച് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയോഡുകൾക്ക് വില കുറച്ച് കൊടുത്താൽ മതി PIV റേറ്റിംഗ്. ഇപ്പം നേരത്തെ നമ്മൾ ഉപയോഗിച്ച ഒരു റെക്ടിഫയർ സർക്യൂട്ട് 6 വോൾട്ടിൻ്റെ റെക്ടിഫയർ സർക്യൂട്ടാണ്. 2 ഡയോഡ് റെക്ടിഫയർ സർക്യൂട്ട് 6 വോൾട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് എങ്കിൽ 6x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വോൾട്ട് PIV റേറ്റിംഗുള്ള ഡയോഡ് അവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ എത്ര വോൾട്ടേജിന് വേണ്ടിയിട്ടാണ് റെക്ടിഫയർ സർക്യൂട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നതിൻ്റെ ഇരട്ടി വോൾട്ടേജ് PIV റേറ്റിംഗ് ഉള്ള ഡയോഡുകൾ സെലക്ട് ചെയ്ത് ഇട്ടെങ്കിൽ മാത്രമേ 2 ഡയോഡ് റെക്ടിഫയർ സർക്യൂട്ടുകൾക്ക് പെർഫോം ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് കമ്പൽസറി ആയിട്ട് അങ്ങനെ വേണം. PIV റേറ്റിംഗ് ഇരട്ടി വേണം. ഇവിടെ അത് വേണം. ഇവിടെ ഇപ്പോൾ 24 വോൾട്ടിനുള്ള ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട് ഉണ്ടാക്കിയാൽ അതിനുപയോഗിക്കുന്ന 4 ഡയോഡുകൾക്കും 24 വോൾട്ടേജിൻ്റെ PIV റേറ്റിംഗ് ഉള്ളത് മതി. 48 വോൾട്ടേജിൻ്റെതാണ് എന്നുള്ളതാണ്. PIV റേറ്റിംഗ് ഇവിടെ ഉപയോഗിക്കുന്ന 4 ഡയോഡുകൾക്ക് കുറച്ച് മതി. ഇതിൻ്റെ ഇരട്ടി വേണം 2 ഡയോഡുകൾ ഉപയോഗിച്ചുള്ള റെക്ടിഫയർ സർക്യൂട്ട് ഉണ്ട്. ഇനി ഇവിടെ നോ നീഡ് ഓഫ് സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോർമർ. അതായത് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോർമറിന് അതിൻ്റെ സെക്കൻഡറിയിൽ സെൻട്രൽ ടാപ്പിംഗ് വേണം. ഒരു ട്രാൻസ്ഫോർമറിൻ്റെ സെക്കൻഡറിയിൽ സെൻട്രൽ ടാപ്പിംഗ് വേണം എന്നുണ്ടെങ്കിൽ ആ സെക്കൻഡറിയിൽ ഉപയോഗിക്കുന്ന വൈൻഡിങ്ങിൻ്റെ ഇരട്ടി, ഇപ്പോൾ സപ്പോസ് ഇവിടെ ഉപയോഗിക്കുന്ന വൈൻഡിങ്ങിൻ്റെ ഇരട്ടിയോളം വൈൻഡിങ് അവിടെ സെൻട്രൽ ടാപ്പിംഗ് വേണ്ടിടത്ത് സെക്കൻഡറിയിൽ വേണ്ടി വരും. ഇവിടെ അതുപോലെ ഇരട്ടി വൈൻഡിങ് വേണ്ടി വരുന്നില്ല. എത്ര വോൾട്ടേജാണ് സെക്കൻഡറിയിൽ നമുക്ക് ഡിറൈവ് ചെയ്ത് കിട്ടേണ്ടത് അതിനനുസരിച്ചുള്ള വൈൻഡിങ്ങിൻ്റെ എണ്ണം മാത്രം വിട്ടാൽ മതി. അപ്പോൾ ഒരു ട്രാൻസ്ഫോർമറിൻ്റെ സെക്കൻഡറിയിൽ സെൻട്രൽ ടാപ്പിംഗ് വേണ്ട എന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ഫോർമർ നന്നേ ചെറുതായിരിക്കും. വൈൻഡിങ്ങിൻ്റെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ വില കുറവായിരിക്കും. അതുപോലെ സൈസിലും ചെറുതായിരിക്കും. ഇപ്പോൾ സെൻട്രൽ ടാപ്ഡ് ട്രാൻസ്ഫോർമർ വേണ്ട എന്നുള്ളത് കൊണ്ട് ട്രാൻസ്ഫോർമറിൻ്റെ സൈസ് ചെറുതാണ്, ട്രാൻസ്ഫോർമറിൻ്റെ വില കുറവാണ്. അപ്പോൾ മൊത്തത്തിൽ റെക്ടിഫയർ സർക്യൂട്ട് ചെറുതായിരിക്കും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ 2 ഡയോഡുകൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡയോഡുകൾക്കും കൂടി 2 രൂപ അധികമാകുന്നുണ്ട്. ഒരു ട്രാൻസ്ഫോർമർ, ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് റേഞ്ചിലുള്ള ഒരു ട്രാൻസ്ഫോർമർ സെൻട്രൽ ടാപ്പിംഗ് വേണ്ട എന്നുണ്ടെങ്കിൽ അതിൽ ഏകദേശം ഒരു 20-25 രൂപ കുറച്ച് മതിയാകും ട്രാൻസ്ഫോർമർ മേടിക്കും. അല്ലെങ്കിൽ ഒരു 2 ഡയോഡ് റെക്ടിഫയർ ഉപയോഗിച്ചാണ് ഇപ്പോൾ ഇതുപോലെ ഒരു
ബ്രിഡ്ജ് റെക്ടിഫയറിന് പകരം മറ്റൊരു റെക്ടിഫയർ 2 ഡയോഡ് ഫുൾ റെക്ടിഫയർ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ട്രാൻസ്ഫോമർ പകരം സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ വേണമെന്നുള്ളത് കൊണ്ട് തന്നെ ഒരു 10-15-20 രൂപയ്ക്കകത്ത് വില അതിന് കൂടും. പക്ഷേ 2 ഡയോഡുകൾ അവിടെ കുറച്ച് മതി എന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ സമാധാനമുണ്ട്. പക്ഷേ ഈ രണ്ട് ഡയോഡുകൾ 4 ഡയോഡുകളാകുമ്പോഴുള്ള വില വർധനവ് എന്നുള്ളത് വളരെയധികം നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത് ഈ ട്രാൻസ്ഫോമറിൽ സെൻട്രൽ ടാപ്പ് എന്താണെന്നുള്ളതുണ്ട്. അപ്പോൾ ഇവിടെ 3 അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞു. ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടുകൾ ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻ സൂട്ടബിൾ ആണ്. അതിലുപയോഗിക്കുന്ന ഡയോഡുകളുടെ PIV റേറ്റിംഗ്, പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് റേറ്റിംഗ് കുറച്ച് മതി, അതുകൊണ്ട് ഡയോഡുകൾക്ക് വില കുറവാണ്. അതുപോലെ ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടിന് ഉപയോഗിക്കുന്ന ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറിയിൽ സെൻട്രൽ ടാപ്പിംഗ് വേണ്ട എന്നുള്ള ഒരു കണ്ടീഷൻ ഉണ്ട്. അടുത്ത 4 ലെസ് കോസ്റ്റ്, വെയിറ്റ് ആൻഡ് സിമ്പിൾ. ഇതൊക്കെ ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറയാവുന്നതാണ്. അപ്പോൾ റെക്ടിഫയർ സർക്യൂട്ട് വളരെ സിമ്പിളായിരിക്കും, വളരെ വെയിറ്റ് കുറഞ്ഞതായിരിക്കും, വളരെ ചെറുതായിരിക്കും, വളരെ വില കുറവാണ്. സെൻട്രൽ ടാപ്പ് ട്രാൻസ്ഫോമർ വേണ്ട. ഉപയോഗിക്കുന്ന ഡയോഡുകളുടെ PIV റേറ്റിംഗ് കുറച്ചുള്ളത് മതി. പിന്നെ ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻ സൂട്ടബിൾ. സോ wherever we find a rectifier which is perfectly working in a circuit, then that must be 75 or 80% the rectifier circuit may be a bridge rectifier circuit. ഇപ്പോൾ നമ്മൾ ഇവിടെ റെക്ടിഫയർ സർക്യൂട്ടുകൾ കണ്ടാലും, അതായത് ഡയോഡ് റെക്ടിഫയർ സർക്യൂട്ടുകൾ കണ്ടാലും അത് ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട് ആകാനാണ് ചാൻസ്. അതിൻ്റെ എഫിഷ്യൻസിയും വളരെ ബെറ്ററാണ്, അതിൻ്റെ ഔട്ട്പുട്ടും കുറെ കൂടെ സ്മൂത്തൻ ചെയ്ത് കിട്ടാൻ എല്ലാം കൊണ്ടും ഫങ്ഷണലി അത് വെൽ ഓഫ് ആണ്. ഒരു 2 ഡയോഡ് റെക്ടിഫയറിനെ സംബന്ധിച്ച് ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടിന് കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇനി ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടിൻ്റെ ചിത്രമാണ് ഞാൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടിന് വേണ്ടി വരുന്ന ട്രാൻസ്ഫോർമറിന് സെക്കൻഡറിയിൽ സെൻട്രൽ ടാപ്പ്, പ്രൈമറി, സെക്കൻഡറി. പ്രൈമറി ഇൻപുട്ട് AC വോൾട്ടേജ് കൊടുക്കുന്നു. അത് V=Vmax sinωt സിനുസോയ്ഡൽ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരും, പിന്നെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ, അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ സെക്കൻഡറിയുടെ പോയിന്റ് M, സെക്കൻഡറിയുടെ പോയിന്റ് N, 2 സെക്കൻഡറി പോയിന്റാണ് M, N. M ഒരിക്കൽ പോസിറ്റീവ് ആകുമ്പോൾ N നെഗറ്റീവ് ആകും. അതുപോലെ N ഒരിക്കൽ പോസിറ്റീവ് ആകുമ്പോൾ M നെഗറ്റീവ്. M പോസിറ്റീവ് ആവുകയും N നെഗറ്റീവ് ആവുകയും ചെയ്യുന്നത് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ, അതുപോലെ N പോസിറ്റീവ് ആവുന്നത് M നെഗറ്റീവ് ആവുന്നത് ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ അപ്പിയർ ചെയ്യുമ്പോഴാണ് പ്രൈമറി. ഓക്കെ, ഡയോഡുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ 2 ഡയോഡുകൾ ഒരേ ഡയറക്ഷൻ, ഈ 2 ഡയോഡുകൾ ഒരേ ഡയറക്ഷൻ. അപ്പോൾ 4 ഡയോഡുകൾ ഉള്ളതിൽ 2 ഡയോഡുകൾ ഇത് 2 പാരലൽ കോമ്പിനേഷൻ ആയിട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവയുടെ കണക്ഷൻ എന്ന് പറയുന്നത് D1-ഉം D3-യും ഒരേ ഡയറക്ഷനിലും, അതുപോലെ D2-ഉം D4-ഉം മറ്റൊരു ഡയറക്ഷനിലും കണ്ടക്ട് ചെയ്യാൻ പാകത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ രൂപത്തിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ആദ്യം നമ്മൾ സപ്ലൈ സ്വിച്ച് ഓൺ ചെയ്തു. ഇൻപുട്ട് സപ്ലൈയുടെ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആദ്യം അപ്പിയർ ചെയ്യുന്നു. ഇൻപുട്ട് സൈക്കിളിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആദ്യം വരുമ്പോൾ, ആദ്യം ഈ ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വരുമ്പോൾ സെക്കൻഡറിയുടെ പോയിന്റ് M പോസിറ്റീവ് ആവും, സെക്കൻഡറിയുടെ പോയിന്റ് N നെഗറ്റീവ് ആവും. അപ്പോൾ എന്ത് ചെയ്യും, ഈ M പോസിറ്റീവ് ആകുമ്പോൾ ഈ കറണ്ട് നേരെ വന്ന് ഇവിടെ D1-ൽ വരും. D1-ൽ വരുമ്പോൾ ഇങ്ങോട്ട് വരത്തില്ല, D4-ലേക്ക് വരില്ല, കാരണം D4 റിവേഴ്സ് ബയസിങ് ആയി. അപ്പോൾ D1 ആദ്യം ഫോർവേഡ് ബയസിങ് കണ്ടക്ട് ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് D2-ലേക്ക് വരില്ല, കറണ്ട് നേരെ A-ലേക്ക് വരും. കറണ്ട് A-യിൽ നിന്ന് ലോഡ് റെസിസ്റ്റൻസ് വഴി B-ലേക്ക് വരും. B-യിൽ വന്നിട്ട് അത് നേരെ E എന്ന പോയിന്റിലേക്ക് വരും. കറണ്ട് E എന്ന പോയിന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും അത് M കറണ്ട് ഉത്ഭവിച്ച സ്ഥാനത്തേക്ക് ചെല്ലില്ല, പോസിറ്റീവിലേക്ക് ചെല്ലില്ല, നെഗറ്റീവിലേക്ക് പോകാം. ആ നെഗറ്റീവ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെയാണ് പോകുന്നത്, N-ലേക്ക് വരും. അപ്പോൾ E-യിൽ വന്നു കഴിഞ്ഞാൽ D3 വഴി N-ലേക്ക് വന്ന് സർക്യൂട്ട് ക്ലോസ് ആവും. ഒരു കറണ്ട് പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അത് തിരിച്ച് നെഗറ്റീവ് ഉള്ള സ്ഥലത്തേക്ക് ഒഴുകി എത്തിച്ചേരണം. ആ സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നത് അങ്ങനെയാണ്. ഇവിടെ വേണമെങ്കിൽ നമുക്ക് റിപ്പിൾ ഫ്രീ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഫിൽറ്റർ, ഒരു കപ്പാസിറ്റർ ഇവിടെ ഇട്ട് കൊടുക്കാം. ഇവിടെ ഒരു കപ്പാസിറ്റർ ഇവിടെ ഇവിടെ കപ്പാസിറ്റർ. അപ്പോൾ as soon as the positive half cycle of the input supply appears across the primary, then
the secondary point M is positive and N is negative. Then current starts flowing from M D1 A B again E again D3 then A. So this is the current flow takes place when positive half cycle of the input supply appears across the primary winding of the transformer. Okay. Then the direction of current is from A to B, like this, from A to B, current flow this direction. Again, when the negative half cycle of the input supply appears across the primary of the transformer, then point N is positive and M is negative. Then current starts flowing from N to D2, again A, again B, then E, then D4, yeah. അപ്പോൾ ഇൻപുട്ട് സപ്ലൈയുടെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ പോയിന്റ് N പോസിറ്റീവ് M നെഗറ്റീവ്. അപ്പോൾ കറണ്ട് എന്നിൽ നിന്ന് ഉത്ഭവിച്ച് ഇവിടെ വന്നിട്ട് D2 വഴി എയിൽ വന്നു, എയിൽ നിന്ന് ബിയിൽ വന്നു, ബിയിൽ വന്നിട്ട് ഇയിൽ വന്നു, ഇയിൽ നിന്ന് D4 വഴി തിരിച്ച് എമ്മിലേക്ക്. അപ്പോൾ കറണ്ട് N D2 A B E D4 M. ഇപ്പോൾ ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത് D2ഉം D4ഉമാണ്. കറണ്ട് ഫ്ലോ എയിൽ നിന്ന് ബിയിലേക്കാണ്. ഇവിടെയും കറണ്ട് ഫ്ലോ എയിൽ നിന്ന് ബിയിലേക്കാണ്. അപ്പോൾ രണ്ട് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വന്നപ്പോഴും നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വന്നപ്പോഴും കറണ്ട് ഫ്ലോ എയിൽ നിന്ന് ബിയിലേക്ക്, ഇവിടെ എയിൽ നിന്ന് ബിയിലേക്ക്. അപ്പോൾ ഒരേ ഡയറക്ഷനിൽ തന്നെയാണ് കറണ്ട് ഫ്ലോ വന്നത്. ഓക്കെ. അപ്പോൾ ആദ്യത്തെ കേസിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ M പോസിറ്റീവ് ആയപ്പോൾ കറണ്ട് ഫ്ലോ D1 D3 എന്നിവയാണ് കണ്ടക്ട് ചെയ്തത്. D1 D3 ആദ്യത്തെ പോസിറ്റീവ് ഹാഫ് സൈക്കിളിനെ കൊണ്ടുവന്നു, അടുത്ത പോസിറ്റീവ് ഹാഫ് സൈക്കിളിന് D1 D3 കൊണ്ടുവന്നു. അപ്പോൾ ഔട്ട്പുട്ട് ഓഫ് D1 ആൻഡ് D3 എന്ന് പറയുന്നതാണ് ഇവിടെ. ഈ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഇവിടെ എത്തി. അടുത്ത് ഈ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്നാണ് പോസിറ്റീവ്. അപ്പോൾ കറണ്ട് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ N D2 AB E D4 M അങ്ങനെ വരുമ്പോൾ D2ഉം D4ഉം കണ്ടക്ട് ചെയ്യും. D2 ആൻഡ് D4 ഇത് രണ്ടും കണ്ടക്ട് ചെയ്യും. അപ്പോൾ അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിളിന് D2 D4 കൊണ്ടുവരും. ഇവനെയും D2 D4 കൊണ്ട് താഴെ. അടുത്ത് നമുക്ക് കമ്പൈൻഡ് ഔട്ട്പുട്ട് ആയിട്ട് D1 D2 D3 D4 എന്ന് പറയുന്ന എല്ലാത്തിൻ്റെയും കമ്പൈൻഡ് ഔട്ട്പുട്ട് കൊടുക്കുന്നത് D1 D3 D2 D4 D1 D3 D2 D4 എന്ന് പറയുന്നത് കമ്പൈൻഡ് ഔട്ട്പുട്ട് ഓഫ് D1 D2 D3 ആൻഡ് D4. ഇതാണ് ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട്. ഓക്കെ. അപ്പോൾ സമ്മറിയിൽ നമുക്ക് പറയാനുള്ളത് diode is a rectifier which only conducts from anode to cathode if a positive going supply is appear at the anode. ആനോഡിൽ ഒരു പോസിറ്റീവ് ഗോയിങ് സപ്ലൈ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കറണ്ട് എത്തിച്ചേരുമ്പോൾ അത് ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് കണ്ടക്ട് ചെയ്യും. അതുകൊണ്ട് അപ്പോൾ ഒരു ആൾട്ടർനേറ്റിംഗ് കറണ്ട് സപ്ലൈ, ആൾട്ടർനേറ്റായിട്ട് പോസിറ്റീവ് നെഗറ്റീവും സൈക്കിളുകളുള്ള ഒരു സപ്ലൈ നമ്മളൊരു ഡയോഡിൻ്റെ ആനോഡിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ഹാഫ് സൈക്കിളുകൾ മാത്രമേ കണ്ടക്ട് ചെയ്യത്തുള്ളൂ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ കണ്ടക്ട് ചെയ്യില്ല. ഇനി ആ നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെയും കൂടെ കണ്ടക്ട് ചെയ്യാൻ മറ്റൊരു ഡയോഡ് കൂടെ ഉപയോഗിച്ച് നമുക്ക് റെക്ടിഫയർ സർക്യൂട്ടുകൾ ഉണ്ടാക്കാവുന്നതാണ്. അങ്ങനെ രണ്ട് റെക്ടിഫയർ സർക്യൂട്ടുകളെ കുറിച്ച് നമ്മൾ പഠിച്ചു. രണ്ട് ഡയോഡ് ഉപയോഗിച്ചുള്ള ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ടും 4 ഡയോഡ് ഉപയോഗിച്ചുള്ള റെക്ടിഫയർ സർക്യൂട്ട്. 4 ഡയോഡ് ഉപയോഗിച്ചുള്ള റെക്ടിഫയർ സർക്യൂട്ട് നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട് എന്ന് വിളിക്കുന്നു. 2 ഡയോഡ് ഉപയോഗിച്ചുള്ള ഫുൾ വേവ് ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട് നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അത് ഓൾട്ടർനേറ്റ് ആയിട്ട് ഇൻപുട്ട് AC സപ്ലൈയുടെ പോസിറ്റീവും നെഗറ്റീവും ഹാഫ് സൈക്കിളുകളെ ഓരോ ഡയോഡുകളും ഹാൻഡിൽ ചെയ്തുകൊണ്ട് ഔട്ട്പുട്ടിൽ നമുക്ക് എല്ലാ പോസിറ്റീവ് നെഗറ്റീവ് ഹാഫ് സൈക്കിളുകളെയും റെക്ടിഫൈ ചെയ്ത് കൊണ്ടുതരും. അതിന് സ്മൂത്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കപ്പാസിറ്റർ സ്മൂത്ത് ചെയ്ത് ഫിൽട്ടർ ചെയ്ത് എടുക്കാവുന്നതാണ്.
ഇനി ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടിന് ഒരു 2 ഡയോഡ് ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ടിൽ നിന്ന് കുറച്ച് അഡ്വാൻറ്റേജുകളുണ്ട്. ഒന്ന്, ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട് ഹൈ വോൾട്ടേജ് ആപ്ലിക്കേഷൻ സൂട്ടബിളാണ്. രണ്ട്, ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടിൽ ഒരിക്കലും ഒരു സെൻട്രൽ ടാപ്പ് സെക്കൻഡറിയിലോ ട്രാൻസ്ഫോർമർ വേണ്ടി വരുന്നില്ല. മൂന്ന്, ഒരു ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടിൽ ഉപയോഗിക്കുന്ന ഡയോഡുകളുടെ പീക്ക് ഇൻവേഴ്സ് വോൾട്ടേജ് PIV റേറ്റിംഗ് കുറഞ്ഞ റേറ്റിംഗ് ഉള്ളത് മതി. PIV റേറ്റിംഗ് കുറഞ്ഞ റേറ്റിംഗ് ഉള്ള ഡയോഡുകൾ ഉപയോഗിച്ചാൽ മതി. 4, ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ടുകൾ ചെറുതാണ്, വില കുറവാണ്, കുറച്ച് സ്ഥലം മതി അതിരിക്കാൻ, സിമ്പിളാണ് മൊത്തത്തിൽ സർക്യൂട്ട് എന്നിവയൊക്കെ എൻ്റെ അഡ്വാൻറ്റേജുകളായി കാണുന്നു. ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട് ഇവിടെ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കറണ്ട് ഫ്ലോയും ഡയറക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട് ആയാലും അതുപോലെ 2 ഡയോഡ് ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട് ആയാലും നമ്മൾ വരയ്ക്കുമ്പോൾ സർക്യൂട്ടും വരയ്ക്കണം. എന്നിട്ട് ഇൻപുട്ടിൽ വരുന്ന പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ കറണ്ട് എങ്ങനെയാണ് റെക്ടിഫയർ സർക്യൂട്ടിൽ കൂടി ഫോളോ ചെയ്യുന്നതെന്ന്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ കറണ്ട് ഫ്ലോ എങ്ങനെയാണ് റെക്ടിഫയർ സർക്യൂട്ടിൽ കൂടി വരുന്നത് എന്നതൊരു അക്കമിട്ട് ഇങ്ങനെ പറയേണ്ടതുണ്ട്. ഒപ്പം വേവ് പമ്പ്സും വരച്ച് കാണിക്കും. ഇത് ഇൻപുട്ട് സപ്ലൈയുടെ ഫുൾ വേവുകളാണ്. അതിൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾസ് ആരൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു, അതുപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആരൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു, എന്നിട്ട് മൊത്തം നമുക്ക് അവസാനമായി കിട്ടുന്ന കമ്പൈൻഡ് ഔട്ട്പുട്ട് എങ്ങനെയാണെന്നുള്ള വേവ് ഫോം കൂടെ വരച്ച് കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 2 ഡയോഡ് റെക്ടിഫയർ സർക്യൂട്ട് അല്ലെങ്കിൽ ബ്രിഡ്ജ് റെക്ടിഫയർ സർക്യൂട്ട് സ്ഥിരമായി ചോദിച്ചു വരുന്നതാണ്. അത് വരച്ച് പഠിച്ച് വേവ് ഫോംസ് ഉൾപ്പെടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞു. ഇനി നമുക്ക് 4ാമത്തെ യൂണിറ്റിൽ ട്രാൻസിസ്റ്ററുകൾ അവയുടെ 2 ടൈപ്പ്, അതായത് BJT ബൈപോളാർ ജംഗ്ഷൻ ട്രാൻസിസ്റ്റർ, അതിനകത്ത് 2 ടൈപ്പാണ് വരുന്നത്, PNP ട്രാൻസിസ്റ്റർ, NPN ട്രാൻസിസ്റ്റർ. ഈ 2 ട്രാൻസിസ്റ്ററുകളുടെയും കോമൺ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ്, അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് എന്നുള്ളത്, പിന്നെ അതിൻ്റെ കമ്പാരിസൺ PNP ട്രാൻസിസ്റ്റർ NPN ട്രാൻസിസ്റ്റർ തമ്മിലുള്ള വ്യത്യാസം അത്, പിന്നെ SCR സിലിക്കോൺ കൺട്രോൾഡ് റെക്ടിഫയർ, SCR അതിൻ്റെ സ്ട്രക്ചർ, സിമ്പിൾ, അതിൻ്റെ ആപ്ലിക്കേഷൻ ഇതാണ് അറിയാനുള്ളത്. അത് അടുത്ത ക്ലാസ്. ഓക്കെ, ഇതുവരെ കാണുന്നത് താങ്ക്സ്.